കോഴിക്കോട്ടേക്ക് പോയാൽ അവിടെ കോർപ്പറേഷൻ ഓഫീസിൽ വിജിലൻസ് പരിശോധന നടത്തി. മെഡിക്കൽ കോളേജിലെ മലിനജല സംസ്കരണ പ്ലാന്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. കരാർ കമ്പനിക്ക് ഇലക്ട്രോഡുകൾ സ്ഥാപിക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ 30 ലക്ഷം അനുവദിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ്. ഷഹദ് റഹ്മാനാണ് ചേരുന്നത്. ഷഹദ്, ഇതിൽ വലിയ നഷ്ടമുണ്ടായി തുക അനുവദിച്ചതെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പരിശോധന, അല്ലേ? തീർച്ചയായും അങ്ങനെയാണ്. കാരണം കോർപ്പറേഷനെ സംബന്ധിച്ചും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും ഈ വിഷയത്തിൽ വലിയ നഷ്ടമുണ്ടായി എന്നുള്ളതാണ് കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ കരാർ നൽകിയിട്ടുള്ള കമ്പനി പ്രവർത്തിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിലാണ്. ആ ഓഫീസിലും കോഴിക്കോട് കോർപ്പറേഷനിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്തിയിട്ടുള്ളത്. അതായത് മലിനജല സംസ്കരണ പ്ലാന്റ് കോഴിക്കോട് കോർപ്പറേഷന്റെയും സംസ്ഥാന സർക്കാരിന്റെയും നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ചു. ഇതിൽ ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 800 വാട്ട്, അതായത് സംസ്കരണം നടത്തുന്നതിന്റെ 800 വാട്ടുള്ള ഈ ഉപകരണം സ്ഥാപിക്കുന്നതിന് പകരം വെറും 3000 വാട്ടിന്റെ 8000 വാട്ടിന്റെ പകരം 3000 വാട്ടിന്റെ യന്ത്രമാണ് അവിടെ സ്ഥാപിച്ചിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത് 8000 ആക്കണം എന്നുള്ള ആവശ്യം ഈ കോർപ്പറേഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഡെപ്പോസിറ്റ് തുകയായിട്ടുള്ള 3 ലക്ഷം രൂപ, ആ തുക 30 ലക്ഷം രൂപ, ആ തുക അനുവദിച്ചാൽ മാത്രമേ തങ്ങൾ ഇത് ചെയ്യുകയുള്ളൂ എന്നുള്ളത് ഈ കരാർ കമ്പനി കോർപ്പറേഷനെ അറിയിക്കുന്നു. അങ്ങനെ ഈ കോഴിക്കോട് കോർപ്പറേഷൻ ആ 30 ലക്ഷം രൂപ ഇവർക്ക് നൽകുകയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കരാർ കമ്പനിക്ക് 1 വർഷത്തെ കാലാവധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവർ ഈ 1 വർഷത്തെ കാലാവധി കഴിഞ്ഞപ്പോൾ ഇവരിത് പോവുകയും ചെയ്തു. എന്നാൽ ഇത് പുനഃസ്ഥാപിക്കുകയും ചെയ്തില്ല എന്നുള്ളതാണ് കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്, കോർപ്പറേഷനെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ റെയ്ഡ് നടത്തിയിട്ടുള്ളത്. എന്നാൽ റെയ്ഡ് നടന്ന സമയത്ത് ഇവിടെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തിങ്കളാഴ്ച അവരോട് ഈ ഫയലുകൾ ഉടൻ തന്നെ വിജിലൻസ് ഓഫീസിൽ എത്തിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.